ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 5ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. ലക്നൗ, അമേഠി, റായ്ബറേലി തുടങ്ങി 49 മണ്ഡലങ്ങൾ 5ാം ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തും. ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പും നാളെ നടക്കും. 6 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 49 ലോക്സഭാ മണ്ഡലങ്ങൾ നാളെ 5ാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തും. വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ വിലയിരുത്തിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 5ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 49-ൽ 41 മണ്ഡലങ്ങളും BJP NDA സഖ്യത്തിന്റെ സിറ്റിംഗ് സീറ്റുകളാണ്. ലക്നൗ, അമേഠി, റായ്ബറേലി തുടങ്ങി 14 മണ്ഡലങ്ങളാണ് 5ാം ഘട്ടത്തിൽ ഉത്തർപ്രദേശിൽ ജനവിധി രേഖപ്പെടുത്തുക. ഇതിൽ റായ്ബറേലി ഒഴികെ 13 മണ്ഡലങ്ങളും BJPയുടെ സിറ്റിംഗ് സീറ്റുകളാണ്. മഹാരാഷ്ട്രയിൽ ശേഷിക്കുന്ന 13 മണ്ഡലങ്ങൾ കൂടി പോളിംഗ് ബൂത്തിലെത്തുന്നതോടെ സംസ്ഥാനത്തെ ആകെ 48 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് പൂർത്തിയാകും. ബീഹാറിലെ 5ഉം ബംഗാളിലെ 7 മണ്ഡലങ്ങളിലും ജമ്മു കാശ്മീരിലും ലഡാക്കിലും ഓരോ മണ്ഡലങ്ങളിലുമാണ് വോട്ടെടുപ്പ്. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, സ്മൃതി ഇറാനി, പീയൂഷ് ഗോയൽ, കൗശൽ കിഷോർ, മുൻ കേന്ദ്രമന്ത്രി പ്രതാപ് റൂഡി, കോൺഗ്രസ് നേതാവ് രാഹുൽ, ബീഹാറിൽ ചിരാഗ് പാസ്വാൻ തുടങ്ങിയവരാണ് 5ാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. 4 ഘട്ടമായി നടക്കുന്ന ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പും നാളെ നടക്കും. ജനം, ഡൽഹി. നാളെ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളുടെയും അതുപോലെ തന്നെ മറ്റു മണ്ഡലങ്ങളിലെ പാർലമെൻറ്റ് മണ്ഡലങ്ങളുടെയും ഒരു വിശദാംശങ്ങളുമായി ഇപ്പോൾ നന്ദഗോപൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നന്ദൻ, എന്താണ് നാളത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലം? ഏത് രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്? നമുക്കറിയാവുന്നതാണ് 49 മണ്ഡലങ്ങളിലേക്കും അതുപോലെ തന്നെ ഒഡീഷയിലെ നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. എന്താണ് ഇതിൻ്റെ ഒരു രത്ന ചുരുക്കമായി നമുക്കിപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത്? 6 സംസ്ഥാനങ്ങളും അതേപോലെ തന്നെ 2 കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമായി 49 മണ്ഡലങ്ങളാണ് 5ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത്. അമേഠി, റായ്ബറേലി അടക്കം ഉത്തർപ്രദേശിലെ 14 മണ്ഡലങ്ങൾ, അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലെ 13 മണ്ഡലങ്ങൾ, പശ്ചിമ ബംഗാളിൽ 7ഉം ഒഡീഷ, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലെ 5 മണ്ഡലങ്ങളും, അതേപോലെ തന്നെ ജാർഖണ്ഡിൽ 3ഉം ജമ്മു ആൻഡ് കാശ്മീരിലെയും ലഡാക്കിലെയും ഓരോ മണ്ഡലങ്ങൾ വീതമാണ് നാളെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത്. 49 ലോക്സഭാ മണ്ഡലങ്ങളാണ് ജനവിധി തേടുന്നത്. സ്മൃതി ഇറാനിയുടെ തട്ടകം തകർത്ത് കോൺഗ്രസ് പതാക പറപ്പിക്കുവാൻ വേണ്ടി കിഷോർലാൽ ശർമ്മയുടെ അമേഠിയിൽ കോൺഗ്രസ് പരിശ്രമിക്കുമ്പോൾ റായ്ബറേലി കൈവിടുമോ എന്ന ആശങ്കയും കോൺഗ്രസിനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. BJPയുടെ ഉരുക്കുകോട്ടയായ ലക്നൌവിൽ അവിടെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് അവിടെ ജനവിധി ചെയ്യുന്നത്. അതേപോലെ തന്നെ അയോധ്യയിൽ BJPയുടെ ലല്ലു സിംഗ് ഉണ്ട്. ലല്ലു സിംഗിനെ ഇത് ഹാർട്ടിക് പരീക്ഷണമാണ്. അവിടെ BJPയുടെ ഉറച്ച മണ്ഡലം അയോധ്യ. അവിടെ ഭൂരിപക്ഷം എത്ര ഉയരും എന്നുള്ളത് മാത്രമാണ് BJP സംബന്ധിച്ചിടത്തോളം ഒരു ആശങ്കയായി നിലനിൽക്കുന്നത്. 2014-ലും 2019-ലും വിജയിച്ച ലല്ലു സിംഗിന്റെ ഇത്തവണത്തെ ഭൂരിപക്ഷം വലിയ രീതിയിൽ വർദ്ധിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസവും അവിടെ നേതൃത്വത്തിനുണ്ട്. അതേപോലെ തന്നെ 6.25 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ മുംബൈ നോർത്തിൽ അവിടെ BJP സ്ഥാനാർത്ഥി വിജയിച്ചത്. ഇത്തവണ അവിടെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന് ഇത് കന്നിയംഗമാണ്. സ്വാഭാവികമായും അവിടെയും വലിയ വോട്ടുകൾ 6.25 ലക്ഷം കഴിഞ്ഞ തവണ ലഭിച്ചെങ്കിൽ സ്വാഭാവികമായും ഇത്തവണ അതിലും വലിയ വർധനവുണ്ടാകുമെന്നുള്ള ഒരു ആത്മവിശ്വാസം അവിടെ മഹാരാഷ്ട്ര BJP ഘടകത്തിനുണ്ട്. ഒപ്പം BJPയുടെ ആത്മവിശ്വാസം പൊതുവെ ഈ 49 മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും നിലവിൽ NDAയുടെ ഭാഗമായി നിൽക്കുന്ന മണ്ഡലങ്ങളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും BJPയുടെ ആത്മവിശ്വാസം വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രമല്ല കഴിഞ്ഞ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളൊക്കെ തന്നെ റൂട്ടായി മാറും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് നിലവിൽ BJPക്കുള്ളത്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. രാജ്യം ഉറ്റുനോക്കുന്ന അമേഠി, റായ്ബറേലി അടക്കമുള്ള മണ്ഡലങ്ങൾ നാളെ പോളിംഗിലെത്തുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ശരി നന്ദൻ, ഏറെ പ്രാധാന്യമുള്ള മണ്ഡലങ്ങളിൽ നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. രാജ്യം ശ്രദ്ധിക്കുന്ന മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നത് തന്നെയാണ് നാളത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും.